1940 ജനിച്ച് ജനുവരി 10 ജനിച്ച് അഗസ്റ്റിൻ ജോസഫ് എലിസബത്ത് എന്ന വ്യക്തിയുടെ മകനാണ്, മൂത്ത മകനാണ് കാട്ടാശ്ശേരി ജോസഫ് എന്ന് പറയുന്ന KJ യേശുദാസ്. ആ വ്യക്തിയുടെ പ്രഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു സിനിമാ ലോകത്ത്, നമ്മളെ ഇന്ത്യയുടെ തന്നെ ഈ സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ സിനിമാക്കാർ ആ ശബ്ദം ഉപയോഗിച്ചിട്ടാണ് ഇന്നും അന്നും ജീവിച്ചിരിക്കുന്ന എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ 84 വയസ്സോളം ആയ ആ ഗാന ഗന്ധർവനായ ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ കുട്ടിക്കാലം വെച്ച് പറയുകയാണെങ്കിൽ ഈ KJ യേശുദാസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവർക്കും ഈ സിനിമാ ലോകത്ത് തന്നെ ഇന്ന് ഒരു കാലത്ത് ആ നിലനിൽപ്പ് പോലും ആ യേശുദാസിനെ കൊണ്ടാണ്. അതുകൊണ്ട് അതിൽ എത്രയോ പേര് ആ യേശുദാസിന്റെ ശബ്ദം ഉപയോഗിച്ചവരെ എത്രയോ പേര് മരണപ്പെട്ടു പോയെങ്കിലും ഇന്നും ആ വ്യക്തി ജീവിച്ചിരിക്കുന്നു. ഇപ്പൊ 4 കൊല്ലം കഴിഞ്ഞ് 5 കൊല്ലം ആവാൻ പോണ്. ഈ ഗന്ധർവൻ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് ഈ ലോകത്തിന് തന്നെ ഒരു അഭിമാനം, നമ്മളെ രാജ്യത്തിന്. അങ്ങനെ നമ്മളെ രാജ്യത്തുള്ള, നമ്മളെ ഇന്ത്യയിലുള്ള എല്ലാ സിനിമാക്കാരും ആ ഗന്ധർവന്റെ ശബ്ദം വായിട്ടനക്കിയിട്ടുള്ളതാണ് എന്നുള്ളത് ഒരു അവിസ്മരണീയമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായവും ഈ ലോകത്ത് ഈ യേശുദാസ് ഇന്ത്യയിലേക്ക് വരിക, ഞാനും പലതവണയും അദ്ദേഹത്തെക്കുറിച്ച് നേരിട്ടും അല്ലാതെയും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടൊക്കെ ബന്ധമുണ്ട്. എങ്കിലും അതുപോലൊരു ലോകത്തൊരു ആരാധനാ പുരുഷൻ ഇന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കണേൽ ഒരു ആരാധനയുള്ളൊരു പുരുഷൻ ഇന്നും ഈ KJ യേശുദാസ് ആണെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഈ സമൂഹത്തിൽ ഇന്ത്യയിലുള്ള മരിച്ചവരും ജീവിച്ചവരുമായിട്ടുള്ള എല്ലാ സിനിമാക്കാരും പലരും മരിച്ചുപോയി. ആ ശബ്ദം ഉപയോഗിച്ച വ്യക്തികളാണ് എന്നുള്ളത് ഒരു സ്മരണികയായിട്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് അദ്ദേഹം നമ്മളെ ഇന്ത്യയിലേക്ക് വരണമെന്നുള്ളത് ഒരു വലിയൊരു താല്പര്യത്തോടു കൂടി